പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നെടുമങ്ങാട് നടന്ന കൊലപാതകം നാം എല്ലാവരും കേട്ടു. അതിൻ്റെ വേദനയുടെ പാടുകൾ നാം എല്ലാവരും കണ്ടറിഞ്ഞു. നിങ്ങൾ നോക്കൂ, രണ്ട് പൈശാചികരായ മനുഷ്യരെന്ന് പറയാൻ പറ്റില്ല, മൃഗങ്ങൾ ആ കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി. സമൂഹത്തിൻ്റെ മുന്നിൽ ഒരിക്കലും അവർ നേരെ എഴുന്നേറ്റ് നടക്കാത്ത രൂപത്തിൽ, സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഒരിക്കലും അവരെ ഇറങ്ങി വരാത്ത രൂപത്തിൽ അവരെ ശിക്ഷിക്കപ്പെടണം, തൂക്കിലേറ്റണമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം അത്രയും ക്രൂരമായിട്ടാണ് ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്ന് ഇന്ന് സമൂഹ മാധ്യമങ്ങൾ വളരെ വ്യക്തമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഒക്കെ നമ്മളെ പഠിപ്പിക്കുകയാണ്, പറഞ്ഞു തരികയാണ്. നിങ്ങൾ നോക്കൂ, ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ 91 പാടുകൾ, ആന്തരികമായും അതുപോലെ തന്നെ ശാരീരികമായി മുറിവേൽപ്പിച്ചതിൻ്റെ 91 പാടുകൾ ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്ന് ആ കുഞ്ഞ് കൊലപ്പെടുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് നമുക്ക് പത്രമാധ്യമങ്ങൾ വിളിച്ചു പറയുന്നത്. നിങ്ങൾ നോക്കൂ, ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി എത്ര സാധുക്കളായ സ്ത്രീകളാണ് ഇന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഇടയിലേക്കാണ് ഒരു പിഞ്ചു പൈതലിനെ രണ്ട് പേര് ചേർന്ന് ക്രൂരമായി കൊലപ്പെടുത്തി വലിച്ചെറിഞ്ഞത്. നിങ്ങൾ നോക്കൂ, ഇവരൊക്കെ എന്ത് ചെയ്യണം? ഇവരൊക്കെ സമൂഹത്തിൽ ഭൂമിക്ക് മീതെ ഇവർക്കൊക്കെ ജീവിക്കാൻ അർഹതയുണ്ടോ എന്ന് നാം ചിന്തിക്കുകയാണ്. അഷ്കർ എന്ന് പറയുന്ന മുസ്ലിം നാമധാരിയായ ആ മനുഷ്യൻ, ഇസ്ലാം ഒരിക്കലും കൊലപാതകത്തെ അംഗീകരിക്കുകയില്ല. ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തിയാൽ അവർ സമൂഹത്തിലുള്ള മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തുന്നതിന് തുല്യമാണ്. ഒരു മനുഷ്യനെ കൊലപ്പെടുത്തിയാൽ അവൻ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കൊലപ്പെടുത്തിയതിന് തുല്യമാണ് എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാമിൻ്റെ പേര് വെച്ചുകൊണ്ട് അഷ്കർ എന്ന് പറയുന്ന ആ നരഭോജി സമൂഹത്തിൻ്റെ മുന്നിൽ ഇസ്ലാമിനെ മാത്രമല്ല മനുഷ്യരെന്ന പേരുള്ള മുഴുവൻ ആളുകളെയും അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ്, പൈശാചികമായ പ്രവർത്തനമാണ് അയാൾ ചെയ്തു കൂട്ടിയിട്ടുള്ളത്. അയാളുടെ ജീവിതം പരിശോധിച്ചാൽ അദ്ദേഹത്തിൻ്റെ, ആ മനുഷ്യൻ്റെ, ആ പിശാചിൻ്റെ മുൻ ഭാര്യയുടെ അവസ്ഥ ഇന്ന് പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ആ മനുഷ്യൻ പല നിലക്കും മുൻ ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. അതുപോലെ തന്നെ ആ സ്ത്രീ ആമിന എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ ഉമ്മയെയും അതുപോലെ തന്നെ ആ കുടുംബത്തെയും മൊത്തം നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച വ്യക്തിയാണ് ഈ അഷ്കർ എന്ന് പറയുന്ന ഈ നരഭോജി. നിങ്ങൾ നോക്കൂ, ആ മനുഷ്യൻ ആ കുടുംബത്തെ ഒന്നടക്കം ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഓട്ടോറിക്ഷയിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ വെള്ളത്തിൽ മുക്കി കൊല്ലാൻ ശ്രമിച്ചു. കിണറ്റിലേക്ക് വലിച്ചെറിയാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ വിഷം നിർബന്ധിച്ചുകൊണ്ട് വായിലേക്ക് ഒഴിച്ചു കൊടുത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഒടുവിൽ തല ചുമലിലേക്ക് കൂട്ടിയിടിച്ചുകൊണ്ട് ആ പെണ്ണിൻ്റെ തലയിൽ രക്തസ്രാവം സംഭവിച്ച് ആ പെണ്ണ് കോമാവസ്ഥയിലേക്ക് ആ മനുഷ്യൻ കടന്നു കളഞ്ഞു. നിങ്ങൾ നോക്കൂ, എന്നിട്ടും ആ നാട്ടിലുള്ള പോലീസുകാരോ അല്ലെങ്കിൽ നിയമപാലകരോ അതിനെതിരെ നടപടിയെടുക്കാൻ തയ്യാറായില്ല. ഇന്ന് അതിൻ്റെ പേരിൽ ഒരു കുഞ്ഞിൻ്റെ ജീവൻ സമൂഹത്തിന് ബലി കൊടുക്കേണ്ടി വന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ആ കുഞ്ഞിൻ്റെ അച്ഛൻ മരണപ്പെട്ടിട്ടുണ്ട്. ആ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ തൊട്ടടുത്താണ് ഈ കുഞ്ഞിന് സ്ഥാനം നൽകിയിട്ടുള്ളത്, ഖബർ ഒരുക്കിയിട്ടുള്ളത്. എത്ര ഭീകരമായ അന്തരീക്ഷത്തിലൂടെയാണ് ഇന്ന് കേരളീയ സമൂഹം നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര ബലാത്കാരമായി ഇന്ന് സമൂഹത്തിൽ കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ചിന്തിക്കൂ, ഈ മനുഷ്യനെ തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോൾ ആകെ വിളറി പൂണ്ട മനുഷ്യർ, ആ നാട്ടുകാർ ആ പിശാചിനെ കയ്യിൽ കിട്ടുന്നതിന് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടു. ശരിക്ക് സമുദായം അല്ലെങ്കിൽ ആ പോലീസുകാർ, നിയമപാലകർ അവർക്ക് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം. ജനങ്ങൾക്ക് പെരുമാറിയിട്ട് ശേഷമേ ആ മനുഷ്യനെ കോടതിയിലേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് ഞാൻ എൻ്റെ ഒരു അഭിപ്രായമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, എത്രമാത്രം ജനങ്ങളെ കബളിപ്പിച്ചു ആ മനുഷ്യൻ. ജനങ്ങൾക്ക് മുമ്പിലൂടെ ആ കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോൾ പല ആളുകളും ആ കുഞ്ഞിൻ്റെ കൈകാലുകളിൽ പാടുകൾ കണ്ടിരുന്നു. ആ പാടുകൾ കണ്ടപ്പോൾ ചോദിച്ചു, ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ ഒഴിഞ്ഞു മാറാൻ വേണ്ടി അവൻ പറഞ്ഞത് തിളച്ച വെള്ളം വീണതാണ്, അതുപോലെ തന്നെ പൊള്ളലേറ്റതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് തെന്നി മാറി. പക്ഷേ നിർബന്ധിതരായി ജനങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കാൻ ശ്രമിച്ചപ്പോൾ കരഞ്ഞ് അതിൽ നിന്ന് പിന്മാറാനാണ് ആ പിശാചി നരഭോജി ശ്രമിച്ചത് എന്ന് ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എത്രമാത്രം വേദനകൾ. അതുപോലെ തന്നെ ദിവസങ്ങൾക്ക് മുമ്പ് ആ കുഞ്ഞുമായി അഖില എന്ന് പറയുന്ന അതിൻ്റെ അമ്മ എന്ന് പറയാൻ പറ്റില്ല, ആ പിശാചി സമൂഹത്തിന് മുന്നിലേക്ക് കടന്നു വന്നപ്പോൾ ആ കുഞ്ഞിൻ്റെ 2 കൈകളും ഒടിഞ്ഞ് കെട്ടിത്തൂക്കിയതായ അവസ്ഥയിലായിരുന്നു. അത് ചോദിച്ചപ്പോൾ സൈക്കിളിൽ നിന്ന് വീണതാണ് എന്നാണ് പറഞ്ഞത്. നിങ്ങൾ നോക്കൂ, നമ്മുടെയൊക്കെ ഉള്ളിൽ പിടയുന്ന വേദനയുടെ കാരണമാണ് ഇതൊക്കെ പറഞ്ഞു പോകുന്നത്. നമുക്കൊക്കെ മക്കളുണ്ട്. ആ സ്വന്തം മക്കളെ മറ്റുള്ളവരെ ചീത്ത പറയുമ്പോൾ, ഒന്ന് അടിക്കുമ്പോൾ, ഒന്ന് വേദനിപ്പിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ആ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് അവരോട് വെറുപ്പ് തോന്നാറുണ്ട്. എന്നാൽ ഈ കുഞ്ഞിനെ വേദനിപ്പിക്കുമ്പോൾ ഈ അമ്മക്ക് ഒന്ന് പ്രതികരിക്കാമായിരുന്നു. അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ കൊലപാതകം ചെയ്യുന്നതിന് പകരം ഏതെങ്കിലും
പൊന്തക്കാട്ടിലോ അല്ലെങ്കിൽ വേറെ എവിടെയും കൊണ്ട് പോയിടാമായിരുന്നു. വല്ല അമ്മത്തൊട്ടിലോ അതിനെ ഏറ്റെടുത്ത് വളർത്തുമായിരുന്നു. പക്ഷേ അതിനൊന്നും വിട്ടുകൊടുക്കാതെ ഈ നരഭോജിയായ ഈ അഷ്കറും അതുപോലെ തന്നെ ഈ ക്രൂര കൊലപാതകത്തിന് കൂട്ടുനിന്ന ഈ പെണ്ണും ഈ ശൈത്താനും ഈ ഇബ്ലീസും ആ കുഞ്ഞിനെ എന്ത് കളഞ്ഞു? കൊന്നു കളഞ്ഞില്ലേ? നിങ്ങൾ നോക്കൂ. ഒരിക്കലും അതിന് മാപ്പ് കൊടുക്കരുത്. കേരളം അതിന് മാപ്പ് കൊടുക്കരുത്. അവരൊരിക്കലും നിയമത്തിൻ്റെ പുറം കാണിക്കാൻ അവരെന്ത് ചെയ്യാൻ സമ്മതിക്കാൻ പാടില്ല. അവരെ തൂക്കിലേറ്റണമെന്നാണ്. കൊലപാതകം നടത്തുക തന്നെ വേണം, അവരെ കൊല്ലപ്പെടുക തന്നെ വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ നോക്കൂ, പൊതുസമൂഹം ഇത്തരം ഈ ദുരന്തങ്ങൾക്ക് മുഖം കാണിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇനിയും ഇതുപോലെ ഒരുപാട് കൊലപാതകങ്ങൾ സമൂഹത്തിൽ വളർന്നു വരാതിരിക്കാൻ, ഉണ്ടാവാതിരിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഇത്തരം കൊലപാതകികളെ ജയിലറകൾക്കുള്ളിൽ അടച്ചിടുന്നതിന് പകരം തൂക്കിലേറ്റി കൊലപ്പെടുത്തുകയാണ് വേണ്ടത്. സമൂഹത്തിന് ഇനി ഒരിക്കലും ഇതുപോലുള്ളൊരവസ്ഥയിലേക്ക് ഒരു സമൂഹത്തിലെ ഒരു വ്യക്തി പോലും, ഒരു സ്ത്രീ പോലും പൈശാചികരായ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ പാടില്ല എന്ന അവസ്ഥയിലേക്ക് അത്തരം കാര്യങ്ങളെ അടച്ചുകെട്ടണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. നിയമപാലകരെ കബളിപ്പിക്കുന്ന അല്ലെങ്കിൽ നിയമപാലകർ അതിന് കൂട്ടുനിൽക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ എത്ര വേദനാജനകമാണ്. ഇന്ന് ആ 2 വർഷത്തോളമായി ആ പെൺകുട്ടി ആമിന എന്ന് പറയുന്ന എൻ്റെ ആദ്യ ഭാര്യ തീ തിന്നുകൊണ്ടാണ് ജീവിക്കുന്നത്. എത്ര വേദന സഹിച്ചുകൊണ്ടാണ്, കോമാവസ്ഥയിലാണ്, സംസാരിക്കാൻ പോലും കഴിയാതെ, ഒന്ന് നിവർന്നിരിക്കാൻ പോലും കഴിയാതെ വളരെ വിഷമത്തോടുകൂടെ ഇന്ന് സമൂഹ മാധ്യമത്തിന് മുമ്പിൽ അവൻ്റെ ചെയ്തികൾ ആ പെൺകുട്ടി വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ എത്രമാത്രം വേദന ആ സ്ത്രീയും ആ കുടുംബവും അനുഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഒരിക്കലും അവനെയൊന്നും ഇനി പുറം ലോകം കാണിക്കാൻ പാടില്ല. അവൻ അധോലോകത്തേക്ക്, അന്തരീക്ഷത്തിലേക്ക് പറത്തിവിടണം എന്നാണ് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, വേദനിച്ചുകൊണ്ട് നാം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏതൊരു ഹൃദയമുള്ള മനുഷ്യരുടെയും ഉള്ളിൽ പിടക്കുന്ന നോവുകളാണ് ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക. ആ കുഞ്ഞിന് ആത്മശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.